ഹായ് ഗൈസ്, ഇതെന്താണെന്നല്ലേ, ഇത് നമ്മുടെ ഒരു നാട്ടിൻപുറത്തെ സ്നോമാനാണ് കേട്ടോ. ഇന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഫ്രീസർ തുറന്ന് നോക്കിയപ്പോൾ നിറച്ച് സ്നോ പൊടി എല്ലാം വാരിയെടുത്ത് ഞാനൊരു സ്നോമാനെ ഉണ്ടാക്കി. 2017-18 ഞാൻ US പോയിരുന്നു. പേഷ്യൻ കെയറിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡിസംബറിലാണ് അവിടെ ചെന്ന് ചാടിയത്. ഒടുക്കത്തെ മഞ്ഞ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മഞ്ഞിനകത്തോട്ട് ചെന്ന് ചാടുന്നതല്ലേ, ആ ക്യൂരിയോസിറ്റിയിൽ കുറേ മഞ്ഞൊക്കെ വാരി എറിയുകയും വായിക്കകത്തിടുകയും ഇതുപോലെ സ്നോമാനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതുപോലെ മഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ പഴയ ഒരു നൊസ്റ്റ് അടിച്ചിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണിത്. ഇത് നമ്മുടെ ക്യാരറ്റാണ്, ഇത് 2 കടല. പിന്നെ നന്ദക്കുട്ടൻ എപ്പോഴും പറയും, അമ്മ സ്നോയ്ക്കകത്ത് കളിക്കണം. അമ്മ ഇനി എന്നാ അമേരിക്കയ്ക്ക് പോകുന്നതെന്ന്. പാവം കൊച്ച്. അപ്പം ഞാൻ അവനോട് പറയും, ഒരിക്കൽ ഞാൻ നിന്നെ മഞ്ഞിനകത്ത് കൊണ്ടുപോകാം, കളിപ്പിക്കാം എന്നൊക്കെ പറയും. എന്തായാലും ഇന്ന് എങ്ങും പോകാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ അത് സാധിച്ചു. അല്ല കുഞ്ഞാ, സൂപ്പർ സ്നോമാൻ അല്ലേ? അയ്യേ നക്കരുത്, ചീച്ചിയാണ്. ഒട്ടിപ്പിടിക്കും. നോ അത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നതാണ്. അത് ചീച്ചി കേട്ടോ, അത് നക്കണ്ട. നോ അത് പാടില്ല. ഓക്കെ. അവൻ ഇനിയിപ്പോൾ കുരുത്തക്കിടക്കെ കാണിച്ചുകൊണ്ടിരിക്കില്ലാത്ത അസുഖമൊക്കെ വരുത്തി വെക്കും. ഇങ്ങനെ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുന്ന ഐസ് നമ്മളങ്ങനെ ഡയറക്റ്റ് കഴിക്കുന്നതൊന്നും അത്ര വലിയ സേഫ് അല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചെറിയൊരു വട്ടിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഒരു നൊസ്റ്റൊക്കെ തോന്നത്തില്ലേ? അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസും നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.